ഹലോ, അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സി എസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQs ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കുന്നത്. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്? അലൻ ട്യൂറിംഗ്. മാച്ച് ദ ഫോളോയിങ്ങിന് ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ്, third generation integrated circuit, fourth generation microprocessor. Compare any three features of five generations of computer. അല്ല ആൻസറാണിത് കൊടുത്തേക്കുന്നത്, പഠിച്ചു വെക്കുക. പിന്നെ ഫോളോയിങ് ദിസ് ഫാക്ട്സ് റിലേറ്റഡ് ടു ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ, യൂസേജ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട്. എൻ്റെ ആൻസറാണ് യൂസേജ് ഓഫ് ട്രാൻസിസ്റ്റർ. അതിൽ ആൻസർ എന്തുവാ? ഇത് ഞാൻ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും പറയുന്നത്, അത് പാരഗ്രാഫ് ആക്കി എടുക്കണം. സെക്കൻഡ് ജനറേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ അതായിരുന്നു. ഇൻട്രൊഡക്ഷൻ ഓഫ് VLSI. ഇത് ഏത് ജനറേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഫോർത്ത് ജനറേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ENIAC. അത് ഫസ്റ്റ് ജനറേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അടുത്തത് വിച്ച് ഈസ് എ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടർ? അതിൻ്റെ ആൻസർ മാർക്ക് 1 ആണ്. പിന്നെ മാച്ച് ദ ഫോളോയിങ്: അബാക്കസ് കൗണ്ടിംഗ് ഫ്രെയിം, പാസ്കലിൻ കമ്പ്യൂട്ടിംഗ് മെഷീൻ, ജാക്വാർഡ് ലൂംസ് പഞ്ച്ഡ് കാർഡ്സ്, മാർക്ക് 1 പ്രീ പെർഫോംഡ്. റൈറ്റ് ദ നമ്പർ റെപ്രസെൻറ്റിംഗ് ദ ഫോർ അബാക്കസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുത്തൊക്കെ ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ 3-4 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ എത്ര ബീറ്റ്സ് ഉണ്ട്? 2 ബീറ്റ്സ്. ഇവിടെ 3 ബീറ്റ്സ്. ഇവിടെയും 2 ബീറ്റ്സ്. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് സ്ട്രക്ചറും. ആ മുത്ത് എണ്ണുന്നത് ഇവിടെ ഈ വരയിൽ ടച്ച് ചെയ്തിരിക്കുന്ന അവിടെ നിന്നായിരിക്കണം മുത്ത് എണ്ണേണ്ടത്. ഇതിന് 3-4 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ബ്രീഫ്ലി റൈറ്റ് ദ മേജർ ചേഞ്ചസ് ഓഫ് ടെക്നോളജി യൂസിങ് ദ ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. വാക്യൂം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ, AI. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ബ്രീഫായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് റെഡ്യൂസായി. ഈ എവല്യൂഷൻ കാരണം സംഭവിച്ച മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് റെഡ്യൂസായി. ഈ സൈസ് റെഡ്യൂസ്ഡ്. പിന്നെ സ്പീഡ് ഇൻക്രീസ് ആയി. സ്പീഡ് ഇൻക്രീസ് ആയി.
പിന്നെ പവർ കൺസപ്ഷൻ reduced ആയി, പവർ കൺസപ്ഷൻ റെഡ്യൂസ്ഡ് ആയി. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഒരു ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. നീ അടുത്ത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇൻ ബൂളിയൻ ആൾജിബ്രയാ. ഇത്തിരി വെയിറ്റേജ് കൂടി ചാപ്റ്ററും കൂടി ഈ ചാപ്റ്റർ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. NAND gate is known as the universal gate because it can be connected to other gates to generate logical functions. Show your connected NAND to produce OR gate and AND gate and inverter. അത് ഈ ഒരു ടേബിൾ ഇതാണ്ട. NAND gate using NAND gate, NOR AND gate using NAND gate, കണ്ട. ഇതാണ് ആ ക്വസ്റ്റ്യനകത്ത് ആൻസർ ചെയ്യേണ്ടത്. ഓർ യൂസിങ് NAND, നോട്ട് യൂസിങ് NAND. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് എഴുതി വെക്കേണ്ടത്. നീ representing the following integer in the sign and magnitude from 1's complement from the 2's complement from by using the 8 bit. 8 bit റെപ്രസെൻറ്റേഷനിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് +25. അത് 25 ഫാക്ടറൈസ് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഒരു ബൈനറി വാല്യുവൻ്റ് എടുക്കും. ആ ബൈനറിയാണ് 0 0 1 1 0 0 1. ഇതാണ് അതിൻ്റെ ആൻസർ, ബൈനറി. നീ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലോട്ട് വരുമ്പം ഇവിടെ ഇപ്പം പ്ലസ് അല്ലേ, പ്ലസ് ആകുമ്പോൾ 0യും മൈനസ് ആകുമ്പോൾ 1ഉം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അപ്പുറത്ത് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പം 0 0 0 1 1 0 0 1 ഇങ്ങനാവും. നീ 1's കോംപ്ലിമെൻറ്റിലോട്ടാവുമ്പോഴത്തേക്ക് 0 0 0 1 1 0 0 1 ഒരു മാറ്റവും കാണത്തില്ല. നീ 2'സിലോട്ട് വരുമ്പോൾ 1's കോംപ്ലിമെൻറ്റിലൂടെ +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 0 0 1 1 0 0 1 ആവും ഇതിൻ്റെ ആൻസർ. ഇവിടെ ഇപ്പോൾ പ്ലസ് ആയതുകൊണ്ട് ഒരു മാറ്റം ഇല്ലാത്തത്. ഇനി അടുത്തത് -30. അത് ബൈനറി 0 0 1 1 1 1 0 സൈന് 1 0 0 1 1 1 1 0.
വൺസ് ആകുമ്പം 1 1 1 0 0 0 0 1 ആവും. ടൂസ് ആകുമ്പം പ്ലസ് വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 1 1 0 0 0 1 0 ആവും ഇതിൻ്റെ ആൻസർ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 3 മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദ ക്യാരക്ടർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. നമ്മൾ കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടില്ലേ, ആ മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആസ്കി, മറ്റേ ബൈനറി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, പിന്നെ യൂണിക്കോഡ്, യൂണിവേഴ്സൽ കോഡ്, ഇസ്കി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതാണ് എൻ്റെ ആൻസർ. The numbers 158 can be represented in hexadecimal number system as, if 158 എത്ര ബേസ് 10നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമായ ബേസ് 16 മാറ്റും. അപ്പം 158 ഡിവൈഡഡ് ബൈ 16, അപ്പോഴത്തേക്കും 9 റിമൈൻഡറും 14 ആൻസറും കിട്ടും. അപ്പം നമ്മൾ എഴുതേണ്ടത് 14 ഇത് വാല്യൂ എത്ര ഹെക്സാഡെസിമലിൽ ഇ അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ വരിക റിമൈൻഡറായ 9ഉം പിന്നെ ആൻസറായ 14 കൂടെ കൂട്ടി 14ൻ്റെ വാല്യൂവിൻ്റെ എത്ര ഇ അല്ലേ. അപ്പം 9e ബേസ് 16 ആവും എൻ്റെ ആൻസർ. നീ റെപ്രസെൻറ്റ് -38 in 2s കോംപ്ലിമെൻറ്റ് ഫോം. -38 in 2s. 38 0 0 1 0 0 1 1 0 1s 1 1 0 1 1 0 0 1. അപ്പം പ്ലസ് 1ഉം കൂടെ പ്ലസ് 1ഉം പ്ലസ് 1ഉം കൂടെ ചേർത്തതിന് നമുക്ക് എന്ത് കിട്ടും 2s കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്പോൾ 1 1 0 1 1 0 1 0 ഇതായിരിക്കും ലാസ്റ്റ് ആൻസർ. അപ്പോൾ ഡ്രോ എ ലോജിക്കൽ സർക്യൂട്ട് ഫോർ എ ബൂലിയൻ എക്സ്പ്രഷൻ. a plus bc bar the whole plus ab bar. ഞാൻ ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡ്രോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടാം, എല്ലാം സർക്യൂട്ട് ഫുള്ള്. യൂസിങ് ആൾജിബ്രിക് മെത്തേഡ് പ്രൂവ് ദാറ്റ് y bar into z bar plus y bar into z plus y into z plus y is equal to 1. ഇതിൻ്റെ ആൻസറാ y bar z bar പ്ലസ് y bar z പ്ലസ് yz പ്ലസ് 1. സോറി, പ്ലസ് y is equal to 1. അപ്പം
ഇതിൻ്റെ ആൻസർ y the whole z bar plus z bar plus yz plus y is equal to y bar z plus z is equal to 1 plus yz plus y is equal to y bar plus yz plus y bar plus y plus yz is equal to 1 plus yz means ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്താവും 1 പ്ലസ് YZ ആവും. 2 YZ ഉണ്ടാവുകൊണ്ട് ഒരു YZ ക്യാൻസലായി പോയിട്ട് അവസാനം ലാസ്റ്റ് 1 കിട്ടും. Which one of the following files extension is different from others? അത് PNG ഫോമാണ്. ബാക്കിയെല്ലാം ഓഡിയോ ഫയൽസാണ്. പ്രീപെർഫോംഡ് ഫോളോയിങ് നമ്പേഴ്സ് ഇൻ കൺവേർഷൻ. ഇതിൻ്റെ ആൻസർ മാത്രം പറയാൻ ചെയ്തു നോക്കുക. ഫസ്റ്റത്തെ ആൻസർ 9A. അതിൽ ആൻസർ 673 66 ബേസ് 8 B 240.2 ബേസ് 8. With the help of the circuit diagram, prove that NAND gate is a universal gate. ഇവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇത് തന്നെ സംഭവം. ഇതൊക്കെ തന്നെ ഈ ചാപ്റ്ററിനകത്തുള്ളൂ. പിന്നെ എല്ലാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ following are the numbers in various number system. 2 of them number are the same. Identify them. ഇതിൻ്റെ ആൻസർ എയും സിയുമാണ്. എയും സിയും. പിന്നെ ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരുന്ന കൺവേർഷൻ എളുപ്പമായിരിക്കും. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്പർ സിസ്റ്റം. ഫസ്റ്റ് ചാപ്റ്ററും ഈ ചാപ്റ്ററും തമ്മിൽ മാറിപ്പോരുത്. ഇതിൻ്റെ നമ്പർ സിസ്റ്റം ചോദിക്കുവാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. ബൈനറി ബേസ് 2, ഒക്ടൽ 8, ഡെസിമൽ 10, ഹെക്സാഡെസിമൽ 60. പിന്നെ ഈ കുറച്ച് ലോ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് എന്തായാലും ചോദിക്കും. പിന്നെ ഇതും. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഈ സർക്യൂട്ട് ഡയഗ്രാം. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡിമോർഗൻസ് തിയറം. ഈ ഒരു തിയറം പഠിച്ചു വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് എങ്ങനെ ആയാലും പഠിച്ചിട്ടേ പോകാളൂ, എന്തായാലും ചോദിക്കും. ഇനി ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോട്ട് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ആൻസർ MS Office. നോട്ട് എ റെക്കമെൻഡഡ് മെത്തേഡ് ഫോർ e-waste disposal, ലാൻഡ് ഫില്ലിങ്. Third one, data processing, meaning data processing is a collection of manipulation of raw
data to produce a meaningful information. മറ്റുള്ള 6 സ്റ്റേജസ് ഇല്ലേ? ഡേറ്റ കളക്ഷൻ, ഡേറ്റ പ്രിപ്പറേഷൻ, ഡേറ്റ ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. അതാ മെമ്മറി ഡിവൈസസ് ഓർഡർ ഫാസ്റ്റ് ടു ലോവർ, രജിസ്റ്റേഴ്സ്, ക്യാച്ച്, റാം, ഹാർഡ് ഡിസ്ക്. ഇതിനകത്ത് റാമിൻ്റെ റോമിൻ്റെ ഡിഫറൻഷിയേഷൻ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക, ചോദിക്കും. ഫ്രീ വെയർ, ഷെയർ വയർ. ഫ്രീ വെയർ സോഫ്റ്റ്വെയർ അവൈലബിൾ, ഫ്രീ കോസ്റ്റ്, നോൺ പേയ്മെൻ്റ് ആണ്. ഫ്രീ വെയർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും, അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. ഷെയർ വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ പീരീഡ് വരെ ഫ്രീ ആയിരിക്കും, അല്ലാതെ പൈസ കൊടുത്ത് ചെയ്യണം. ഫങ്ഷണൽ യൂണിറ്റ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. പിന്നെ ജോൺ വോൺ ന്യൂമാൻ്റെ അടുത്ത ഒരു സ്ട്രക്ചറായി ഇതും ഇമ്പോർട്ടൻ്റാ, അതും ഇമ്പോർട്ടൻ്റാ. രജിസ്റ്റേഴ്സ് ഹോൾഡിംഗ് അഡ്രസ് ഫോർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, PC. ഷെയർ വയർ വേഴ്സസ് ഫ്രീ വയർ സോഫ്റ്റ്വെയർ. ഇത് ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി, എളുപ്പമായിരിക്കും. E-waste ആൻഡ് റോൾ ഓഫ് സ്റ്റുഡൻസ്. E-waste, ഡിസ്കാർഡ്, ഇലക്ട്രോണിക് വേസ്റ്റ്. എന്തിൻ്റെ വേസ്റ്റ്? E-waste. ഇലക്ട്രോണിക് വേസ്റ്റ് ആണ് എന്ത്? E-waste. റോൾ ഓഫ് സ്റ്റുഡൻസ്, റെഡ്യൂസ് യൂസേജ്. നമ്മൾ യൂസേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ E-wasteൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് ഡിവൈസസ്. ഈ ആവശ്യമില്ലാതെ അനാവശ്യമായ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാതിരിക്കുക. പ്രോപ്പർ റീസൈക്കിൾ ചെയ്യുന്നത് കറക്റ്റായിരിക്കുക. അവോയ്ഡ് ഡംപിങ് ഇലക്ട്രോണിക്സ് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡംപിങ് അല്ലെങ്കിൽ അത് വേസ്റ്റിന് കാരണമാവും. റേഡിയേഷൻസ് ഹാംഫുള്ളാണ്. പിന്നെ ഡിസീസസ് പഠിച്ചു വെക്കണം, ആ ടേബിളില്ലേ അതും പഠിക്കണം. പിന്നെ എന്തൊക്കെ ഹാംസ് നമ്മളുടെ ശരീരത്തിന് വരുന്നതെന്ന് അതും കൂടെ പഠിച്ചു വെക്കുക. ട്രാക്സ്, രജിസ്റ്റേഴ്സ്, ഹാർഡ് ഡിസ്ക്. കോമ്പാക്ട് ഡിസ്ക് ഹാർഡ് ഡിസ്കിനകത്ത് ട്രാക്സും പിക്സും ആണുള്ളത്. സോഫ്റ്റ്വെയർ ദാറ്റ് റീഅറേഞ്ച് ദ സ്കാറ്റേർഡ് ഫയൽസ്. ഡിസ്ക് അപ്പം അതും പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് മെമ്മറി. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിക്കകത്ത് റാമും റോമും വരുന്നത്. പിന്നെ ക്യാച്ച ഉണ്ട്. ക്യാച്ച മെമ്മറി പ്രൈമറി മെമ്മറിക്കകത്ത് വരുന്നതാണ്. സെക്കൻഡറി മെമ്മറിക്കകത്ത് ഹാർഡ് ഡിസ്ക്, CD, DVD, പെൻഡ്രൈവ്. സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ, സ്പ്രെഡ്ഷീറ്റ്, അക്യുമുലേറ്റർ, സ്റ്റോഴ്സ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതും പഠിച്ചു വെക്കുക. ക്യാച്ച മെമ്മറി, ഹൈ സ്പീഡ് മെമ്മറി ദാറ്റ് സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡേറ്റ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ്സിങ് സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ സ്പീഡ് മെമ്മറിയാണത് ക്യാച്ച മെമ്മറി. E-waste, പ്രോബ്ലംസ് ആൻഡ് ഡിസ്പോസൽ. ഇത് പറഞ്ഞ നീ അടുത്ത ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആ. Define the following: A. Syntax error. B. Algorithm. E. Debugging. എന്താ സിൻടാക്സ് എറർ? സിൻടാക്സിനുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഈ കാൽക്കുലേറ്ററിൽ തെറ്റായ ഓപ്പറേഷൻസ് അടിക്കുമ്പോഴത്തേക്ക് സിൻടാക്സ് എറർ വരത്തില്ലേ? ആ ഒരു ഇതാണ്. B. Algorithm. Algorithm is a finite sequence or instruction to solve a problem in step-by-step procedure to solve a program. Step-by-step procedure ആണെന്ന് algorithm. The process of detecting a correcting errors is called debugging. എന്താ debugging? ഇറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് debugging. There are two types of error: syntax error and logical error. ഈ ഡീബഗിങ്ങിനകത്ത് പെടുന്നതാണ് എന്ത്? സിൻടാക്സ് എററും ലോജിക്കൽ എററും. നീ അടുത്ത ഇതെന്തായാലും ചോദിക്കും. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്.
റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് എ സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് 2 ആകുമ്പോഴത്തേക്ക് ഇൻപുട്ട് 3 numbers A, B, C. സ്റ്റെപ്പ് 3 സം ഈസ് ഈക്വൽ ടു A plus B plus C. സ്റ്റെപ്പ് 4 ആവറേജ് സം ഈസ് ബൈ 3. സ്റ്റെപ്പ് 5 ഔട്ട്പുട്ട് സം ആവറേജ്. സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. 6 സ്റ്റെപ്പ്. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഓഫ് ദി ഫൈൻഡ് ആൻഡ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. അപ്പം ആ ഫ്ലോ ചാർട്ടിൻ്റെ ആ ഏരിയ നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പം സ്റ്റാർട്ട് ഇൻപുട്ട് L and B. ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് റോംബസിലാണ് വരയ്ക്കേണ്ടത്. ഈ നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് റെക്റ്റാങ്കിളും, പ്രിൻറ്റോ ഇൻപുട്ടോ ആണെങ്കിൽ അത് റോംബസും, സ്റ്റോപ്പിന് എലിപ്സുമാണ് കൊടുക്കേണ്ടത്. നീ ഡ്രോ എ ഫ്ലോ ചാർട്ട് ഓഫ് ദി ഫോളോയിങ് അൽഗോരിതം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 n ഈസ് ഈക്വൽ ടു 1. n എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പം പ്രിൻ്റ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ത് പ്ലസ് ചെയ്യണം? 1 പ്ലസ് ചെയ്യണം. അപ്പോൾ നാച്ചുറൽ നമ്പർ ആകുമ്പോഴത്തേക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 3. അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ പ്രിൻ്റ് n ചെയ്യണം. അപ്പം സ്റ്റെപ്പ് 7 ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ ആൻസറായത് സ്റ്റാർട്ട് n ഈസ് ഈക്വൽ ടു 1. അതായത് n ഒരു നാച്ചുറൽ നമ്പറാണ്. പ്രിൻ്റ് n ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ഈസ് n ഈസ് ഈ നമ്മൾ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ടോ അല്ലെങ്കിൽ കണ്ടീഷനോ ചെക്ക് ചെയ്യുന്നതിന് 2 ഇതുണ്ട്. ഇപ്പോൾ ട്രൂ ഓർ ഫാൾസാണ് കൊടുക്കുന്നതെങ്കിൽ അത് റോംബസിൽ കൊടുക്കണം. അപ്പം ഇവിടെ എസ് ആണെങ്കിൽ നേരെ പ്രിൻ്റ്. അപ്പം സ്റ്റെപ്പ് 3 കണ്ടില്ലേ, പ്രിൻ്റ് n ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം പ്രെഡിക്റ്റ് ഔട്ട്പുട്ടും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺസ്. Write the rules forward to naming an identifier. Names contains letter, digits and underscore. Name must be a letter or an underscore. ഇതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അത് നല്ല ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചിട്ടേ പോവുള്ളൂ. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരിക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, പഠിക്കാതെ പോരും. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവാ. കാരണം സ്മോൾ ഡിജിറ്റ് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ വരാൻ ഇത് അണ്ടർസ്കോർ അല്ല, ഇതാണ് അണ്ടർസ്കോർ. ഇത് വെറും സ്ലാഷാണ്. പിന്നെ അടുപ്പിച്ച് നമ്പർ വരാൻ പാടില്ല. ഇടയ്ക്ക് അണ്ടർസ്കോറോ സ്പേസ് കൊടുക്കാൻ പാടില്ല. ഇതും What do you mean by tokens? Name tokens available in C++. Tokens and the fundamental building blocks of the program are and the tokens. And C++നകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് keyword constants? Give an example. Constants keyword is used to declare a constant variable. ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കീവേഡ്സ്. which will never change its value. വാല്യൂ ചേഞ്ച് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ്
കീവേഡ് ആയിരിക്കും. എക്സാമ്പിൾ കോൺസ്റ്റൻറ്റ് ഫ്ലോട്ട് പൈയുടെ വാല്യൂ ഒരിക്കലും മാറാറില്ല, അതാണ് കോൺസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. Write a logical operator in C++ with its symbols. The logical operators are logical and, logical or, logical not. Logical and the, logical or the, logical not ഇത്. What is a type of promotions in C++? Implicit explicit conversion എന്തായാലും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആ. Implicit conversion performed C++ compiler internally. It expressions where different types of data are involved. C++ converts the lower sized operands to data type for highest size and operands. Since the conversion is always from lower type to higher, it is also known as type promotion. ഈ ഇംപ്ലിസിറ്റും ഈ കമ്പൈലേഴ്സ് ആണ് എന്ത് ഇംപ്ലിസിറ്റും എക്സ്പ്ലിറ്റും കൺവേർഷൻസ്, അതെന്തായാലും പഠിച്ചിരിക്കണം. Write the symbols of the following C++ operator. ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്തുവാ? ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളം. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഈ സിമ്പിളാ. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ പ്ലസ് നോട്ട് ഓപ്പറേറ്റർ ആണിത്. Classify the data type used in C++. C++ data types ആണ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ഉണ്ട്, ഡിറൈവ്ഡ് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ആകുമ്പോൾ സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ്, അല്ല 3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ്, ഡിറൈവ്ഡ്, അറേ, ഫങ്ഷൻ, പോയിൻ്റർ, റെഫറൻസ്, അതിൽ 3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ഇൻ ടൈപ്പ്, അതായത് ഇൻ്റഗ്രൽ ടൈപ്പ്, വോയിഡ് ടൈപ്പ്, ഫ്ലോട്ടിംഗ് ടൈപ്പ്. ഇൻ്റഗ്രൽ ടൈപ്പാണ് ഇൻറ്റും ചാറും, വോയിഡായിട്ടേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് ടൈപ്പിൽ രണ്ടെണ്ണം ഉണ്ട്, ഫ്ലോട്ടും ഡബിളും. ഈ മോഡൽ മാച്ച് ദ ഫോളോയിങ് മോഡുലസ് ഓപ്പറേറ്റർ. ഇതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അത് 5-മത്തേത്. റിലേഷണൽ ഓപ്പറേറ്റർ അത് ഡബിൾ ഈക്വൽ ടു. അസസ്മെന്റ് ഓപ്പറേറ്റർ അത് സിംഗിൾ ഈക്വൽ ടു. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസും, കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളനും. റൈറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഫോർ ദ C++ പ്രോഗ്രാം. ഹാഷ്ടാഗ് ഇൻക്ലൂഡിങ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിക്ലെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്
for a plus b plus c by 3 is equal to 1 plus 2 plus 3 by 3 is equal to 1 plus 2 plus 1 is equal to 4. ഇതാണ് ഫസ്റ്റ് ഔട്ട്പുട്ട്. 4 വരുവാണെങ്കിലുള്ള ഔട്ട്പുട്ട് ഇതാ. 0 ആകുമ്പോഴത്തേക്ക് എ പ്ലസ് ബി മോഡ്ലെസ് 3 is equal to 3 mod 3 is equal to 0. Write the values returned by the following C++ expression if x is equal to 10 and y is equal to 20. അപ്പം എയുടെ ആൻസർ ഫോൾസ്, false, logical or true is equal to true, false and true, false, not false, true. അതായത് if ഏടത് if x is greater than 15 or y is greater than 15, അപ്പോൾ അത് ട്രൂ ആ. x is greater than 15 and y is greater than 15 അത് false ആ. not x greater than y അത് true ആ. Briefly explain the three components of the structure of C++. അതായത് പ്രീ പ്രോസസ്സർ, ഡിവൈസ്, ഹെഡർ ഫയൽ, മെയിൻ ഫങ്ഷൻ. അതൊന്ന് പഠിച്ചു വെക്കുക. Write the C++ examples for the following. Declaration statement int x is equal to 20. Assessment statement a is equal to 15. C is equal to a plus b. Typecasting y is equal to int x semicolon. എല്ലാം കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടാൻ മറക്കരുത്. Predict an output for the C++ statement. Int a is equal to -5, b is equal to 3, c is equal to 4. C plus is equal to a increment plus discrement b, c out a b c. Answer -4 2 1 ആ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എൻട്രി കൺട്രോളും എക്സിറ്റ് കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അത് പഠിക്കാതെ പോരുത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക. പിന്നെ സിൻടാക്സ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അത് പഠിക്കാതെ പോരുത്. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. ഒരെണ്ണത്തിൻ്റെ സിൻടാക്സ് പഠിക്കാതെ പോരുത്. അപ്പോൾ ഇതിൻ്റെ നോക്കാം. ഫോർ ഇൻസ്റ്റാളേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ബോഡി ഓഫ് ദ ലൂപ്പ്, കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ബ്രേക്കും കണ്ടിന്യൂവും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റാണ്. നീ write the uses of syntax of the following operator in C++. Conditional operator. It is a conditional operator. It can be used alternative to if else statement. if else statement ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ത് കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കേസ് കോൺസ്റ്റൻറ്റ്, ഫാൾസ് കേസ് കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ എ മൈനസ് ബി ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളം, അത് ട്രൂ ആണെങ്കിൽ സി ഔട്ട് തരുന്നതിൻ്റെ അത് കൊടുക്കുക. എൽസ് ഫോൾസ് ആണെങ്കിൽ സി ഔട്ട് റിസൾട്ട് കൊടുക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. The size of the keywords that size of the operator. The size of the keywords determine the size in the byte variable of the data type. Syntax size of the data type. ഫോറും ഡുവൈൽ ഞാൻ പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചു വെക്കാം. എക്സ്പ്ലെയിൻ ദി 5 ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഇത് ഇത്രയും നല്ല പക്ക ക്ലിയർ ആക്കിയിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കുറയും.
ഇത് 5 നല്ല വൃത്തിക്ക് പഠിച്ചിട്ടേ പോവുള്ളൂ. റൈറ്റ് ദ പ്രോഗ്രാം ടു പ്രിൻ്റ് എ ലീപ് ഇയർ ബിറ്റ്വീൻ 2000 to 3000. 2000 മുതൽ 3000 വരെയുള്ള ലീപ് ഇയർ പ്രിൻ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിങ് ഹാഷ്ടാഗ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റ് I for I is equal to 2000, I is less than or equal to 3000, I plus plus. അതായത് I is equal to I 2000 ആണെങ്കിലും I less than or equal to 3000 ആണെങ്കിലും ഐനെ പ്ലസ് I ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇഫ് I മോഡ് 4000 റിലേഷണൽ ഓപ്പറേറ്റർ എടുക്കുക. ആൻഡ് or I is a modulus 100 not is equal to 0 and I mod 4 double equal to 0 curly brackets open ചെയ്യുക. C out to I. ഇത് കണ്ടീഷൻസ് ഒക്കെ ട്രൂ ആണെങ്കിൽ എന്താ C out I ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ 0 ആയി. അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീ അടുത്ത ചാപ്റ്റർ അറേയിലോട്ട് പോവാം. ലീനിയർ സെർച്ചും ബൈനറി സെർച്ച് മെത്തേഡും പഠിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അടുത്തത് റൈറ്റ് ആൻഡ് അൽഗോരിതം ഫോർ ബബിൾ സോർട്ടിങ്. ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം പഠിച്ചിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് പോവും. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഇതും ബബിൾ സെലക്ഷൻ സോർട്ടിൻ്റെയാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 types of sorting methods. And sorting is a process of arranging the elements in an array of some logical order. ലോജിക്കൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്നതാണ് എന്ത് സോർട്ടിംഗ് എന്ന് പറയുന്നത്. സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പം ഈ സിംപ്ലസ്റ്റ് സോർട്ടിംഗ് ടെക്നിക്കാണ് എന്ത് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. അപ്പം മിനിമം വാല്യൂ ഓഫ് അറേ മൂവിങ് ടു ഫസ്റ്റ് പൊസിഷനിൽ നിന്നും മിനിമം വാല്യൂ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സെലക്ഷൻ സോർട്ട് യൂസ് ചെയ്യുന്നത്. ബബിൾ സോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് സ്റ്റെപ്പിങ്ങാണ്. റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റെപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സെലക്ഷൻ സോർട്ടിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റാണ്, പഠിക്കണം. റൈറ്റ് ആൻഡ് പ്രോഗ്രാം ഇൻ ടു ഇൻപുട്ട് 5 സ്റ്റുഡൻസ് ഫ്രം ദ ഡിസ്പ്ലേ ദം ടു ദ റിവേഴ്സ് ഓർഡർ. ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഫോർ I is equal to 0. ഇതൊന്ന് പഠിച്ചു വെക്കുക. An array declared as follows int AR of 5. അപ്പോൾ 5 അറേ പ്രിൻ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിക്ലെയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1 2 3 4 5. റൈറ്റ് ആൻഡ് വാല്യൂ ഓഫ് അൽഗോരിതം array of 2 plus array of 3. അപ്പോൾ 2 plus 3 is equal to 4. So A2 plus A3 is equal to 3 plus 4 is equal to 7. Last answer 7. String handling IOS function. String handling getchar is defined as the dash header file. studioയുടെ ഹെഡർ ഫയലായിട്ടാണ് എന്ത് സ്ട്രിങ് ഫംഗ്ഷൻ getchar ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പുട്ടും പുട്ട് ഫംഗ്ഷനും റൈറ്റ് ഫംഗ്ഷനും ഇതൊക്കെ പഠിച്ച് വെക്കുക. ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ആ ഫുള്ള് ചാർട്ട് ഇട്ടുതരാം, അത് ഫുള്ള് പഠിക്കാതെ പോകരുത്. How many bytes are required to store the string hello world? എത്ര ബിറ്റ് വേണം, എത്ര ബിറ്റ് സ്ട്രിങ് വേണം ഹലോ വേൾഡ് സ്റ്റോർ ചെയ്യാൻ? ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് H വരും, E വരും, L O. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അത് നമ്മൾ കൂട്ടും. അതുകൊണ്ടാണ് ഇവിടെ 12 വന്നേക്കുന്നത്. Consider following C++ statement. Sharp word to 20, sin word, cout word, gets word, puts word. Is the string entered in is a happy new year? Predict the output and justify your answer. Output will be the happy new year print ചെയ്യൂല.
കാരണം സ്ട്രിങ്ങിനകത്ത് പ്രിൻ്റ് ചെയ്യും. കാരണം ചാർ വേർഡ് 20 ആണ് ഇവിടെ ഇത് ഫയൽ സൈസ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഇതിനകത്ത് 15 ഫയൽ സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. ഇവിടെ ഫയൽ സൈസ് 20 ആയതുകൊണ്ട് ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്യും. ഈ ഫങ്ഷൻസിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡുമാണ്. ഓർഡിനറി വേരിയബിൾ കോൾ ബൈ വാല്യൂ മെത്തേഡിനകത്ത് ഓർഡിനറി വേരിയബിൾ ഈസ് യൂസ്ഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫോർമലായിട്ടുള്ള ഓർഡിനറി വാല്യൂസ് ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് ഓർഡിനറി വാല്യൂസ് യൂസ് ചെയ്യും. റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിന് ഓർഡിനറി വേരിയബിൾ ആണെങ്കിൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൻ്റെ റെഫറൻസ് വേരിയബിളാണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് ഫോർ എക്സ്പ്രഷൻസ്. ആക്ച്വൽ പാരാമീറ്റർ വേരിയബിൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ വേരിയബിളും ഓർ എക്സ്പ്രഷനും യൂസ് ചെയ്യും. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ വേരിയബിൾ ആണ് ചെയ്യുന്നത്. The change made by the formal arguments do not reflect the actual arguments. Formal arguments reflect actual arguments. The change made by the formal arguments do not reflected by the arguments. ഇത് രണ്ടും സെയിമാണ്. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഈസ് റിക്വയർഡ് ടു ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. എക്സ്ക്ലൂഷൻ മെമ്മറി അലോക്കേഷൻ എന്ത് വേണം? ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനകത്ത്. മെമ്മറി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് വേണ്ടത്. കോൾ ബൈ വാല്യൂവിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോൾ ബൈ റെഫറൻസിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പം താങ്ക് യു. മോഡൽ എക്സാമിന് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ലൈവായിട്ട് ഒതുക്കിയത്. നമുക്ക് പബ്ലിക് എക്സാമിന് കുറേ സമയമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അതേ കണക്കത്തെ വീഡിയോസ് തരുന്നതായിരിക്കും. പിന്നെ വരയ്ക്കുന്ന വീഡിയോ സമയമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഞാൻ പബ്ലിക് എക്സാമിൻ്റെ സമയങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു.